കൗതുകം വിടർത്തുന്ന മനോഹരമായ അലങ്കാര ശില്പങ്ങൾ കളിമണ്ണിൽ മെനഞ്ഞെടുക്കുകയാണ് കൊടകരയിലെ പുത്തൻ വീട്ടിൽ ശിവദാസനും കുടുംബവും. മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലായുള്ള ശിവദാസൻ കാലത്തിനനുസരിച്ച് തന്റെ പരമ്പരാഗത കൈത്തൊഴിലിനെ പരിഷ്കരിക്കുകയാണ്. ചട്ടിയും കലവും അടക്കമുള്ള മൺപാത്രങ്ങളെക്കാൾ കൂടുതൽ ശിവദാസൻ നിർമ്മിക്കുന്നത് അലങ്കാര വസ്തുക്കളാണ്. വീടുകൾക്കുള്ളിലും പുറത്ത് പൂന്തോട്ടത്തിലും അലങ്കരിക്കാനുള്ള ആകർഷകങ്ങളായ ഒട്ടേറെ വസ്തുക്കളാണ് കൊടകരയിലെ കുംഭാരത്തെരുവിലുള്ള ശിവദാസനും കുടുംബവും നിർമ്മിക്കുന്നത്. പൂക്കൾ വയ്ക്കാനുള്ള പാത്രങ്ങൾ, അലങ്കാര കൂജകൾ, മൺവിളക്കുകൾ, വിവിധ രൂപങ്ങൾ കുത്തിയ ചൈനീസ്, പേർഷ്യൻ മാതൃകകളിലുള്ള വലിയ മൺകൂജകൾ എന്നിവയാണ് ഇവർ നിർമ്മിക്കുന്ന അലങ്കാര വസ്തുക്കളിൽ ചിലത്. പഴയ റാന്തൽ വിളക്കുകളുടെ മാതൃകയിലുള്ള തൂക്കുവിളക്കുകളും കളിമൺ കൊണ്ടുള്ള വലിയ നിലവിളക്കുകളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ ഇവിടെ എത്തി ഇത്തരം അലങ്കാര വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. ഓർഡർ അനുസരിച്ചാണ് ആവശ്യക്കാർക്ക് ശിവദാസൻ അലങ്കാര വസ്തുക്കൾ നിർമ്മിച്ചു നൽകുന്നത്. കോഴിക്കോട്, കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ ആവശ്യക്കാർ എത്തുന്നതെന്ന് ശിവദാസൻ പറഞ്ഞു. 32കാരനായ ശിവദാസനോടൊപ്പം ഭാര്യ ശ്രീദേവിയും ജ്യേഷ്ഠന്മാരായ വാസു, മണികണ്ഠൻ എന്നിവരും കളിമൺ ശില്പങ്ങളുടെ നിർമ്മാണത്തിൽ സജീവമാണ്. നന്ദിക്കരയിലെ ഓട്ടുകമ്പനിയിൽ നിന്ന് അരച്ച കളിമണ്ണ് വാങ്ങിക്കൊണ്ടുവന്നാണ് ഇവർ അലങ്കാര ശില്പങ്ങൾ മെനയുന്നത്. പലപ്പോഴും ഗുണമേന്മ കുറഞ്ഞ കളിമണ്ണാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഓട്ടുകമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന കളിമണ്ണിൽ മണൽ കുറവാണെങ്കിൽ വാങ്ങിക്കൊണ്ടുവന്ന ശേഷം മണൽ ചേർത്ത് ചവിട്ടി കുഴച്ചെടുത്താണ് പാത്രങ്ങളും അലങ്കാര ശില്പങ്ങളും ഉണ്ടാക്കുന്നത്. മൺപാത്ര നിർമ്മാണത്തിന് നേരത്തെ ഉപയോഗിച്ചിരുന്ന കൈകൊണ്ട് തിരിക്കുന്ന വലിയ ചക്രത്തിന് പകരം മോട്ടോർ ഘടിപ്പിച്ചുള്ള ചെറിയ ചക്രമാണ് ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത്. നേരത്തെ 60ഓളം കുടുംബങ്ങൾ മൺപാത്ര നിർമ്മാണം നടത്തിവന്നിരുന്ന കൊടകരയിൽ ഇപ്പോൾ ഈ തൊഴിൽ ചെയ്യുന്നത് ശിവദാസന്റേതടക്കം 3 കുടുംബങ്ങൾ മാത്രമാണ്. നല്ല കളിമണ്ണ് കിട്ടാതായതും മൺപാത്രങ്ങൾക്ക് ആവശ്യക്കാർ കുറഞ്ഞതുമാണ് പരമ്പരാഗത തൊഴിൽ ഉപേക്ഷിച്ച് മറ്റു ഉപജീവന മാർഗങ്ങളിലേക്ക് തിരിയാൻ പലരെയും നിർബന്ധിതരാക്കിയത്. എന്നാൽ കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ട് പുത്തൻ അഭിരുചികൾക്കനുസൃതമായി പാരമ്പര്യ തൊഴിലിനെ മാറ്റിയെടുത്തതിലൂടെ ജീവിതത്തിന് പുതുനിറം കൊടുക്കാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് ശിവദാസനും കുടുംബവും. TCV കൊടകര.